അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ടൊരു വിശ്വാസിയും വേദനിപ്പിച്ചുകൂടാ, ആക്ഷേപിച്ചുകൂടാ. വസ്തുതകളുടെ കൃത്യതകൾ അറിയാതെ പരസ്പരം അത് കൈമാറിക്കൂടാ. വളരെ സൂക്ഷിക്കേണ്ട കാലമാണ് മുഅ്മിനീങ്ങളെ. ഈമാൻ പറിച്ചു കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ പല വേഷത്തിലും കടന്നു വരുമ്പോ കലാലയത്തിന്റെ മുറ്റത്തേക്ക് പോകുന്ന സഹോദരാ, സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിയാണ് കോളേജിൽ പഠിക്കാൻ പോകുന്നതെങ്കിൽ അവനെ വീഴ്ത്താൻ ചിലപ്പോൾ അർദ്ധനഗ്നയായ പെണ്ണായിരിക്കും വരുന്നത്. അവളുടെ വഞ്ചനയിൽ നീ വീണു പോകരുത്. ഇനി ഒരു മുസ്ലിയാരാണ് ഭൗതിക കോളേജിൽ പഠിക്കാൻ പോകുന്നതെങ്കിൽ തലേമുണ്ടിടാത്ത മിനിസ്കേട്ടിട്ട പെണ്ണിനെ ചിലപ്പോ മുസ്ലിയാര് നോക്കൂല. കാരണം പഠിച്ച ഇൽമിനോടുള്ള കൂറാണ്. അപ്പോഴവിടെ ചിലപ്പോ പിറ്റേന്ന് മുതൽ പെണ്ണ് പർദ്ദയിട്ടുകൊണ്ടാണ് വരിക. അപ്പൊ മൊയ്ലിയാരുടെ മനസ്സിൽ അവള് ദീനിയായ പെണ്ണാണല്ലോ എന്നൊരു അനുതാപമുണ്ടാകും. അവളുടെ വാക്കിനെ ചിലപ്പോ പരിഗണിക്കും. അങ്ങനെ പർദ്ദയിട്ട പെണ്ണായിരിക്കും ചിലപ്പോ തലപ്പാവുള്ള മൊയ്ലിയാരെ വഞ്ചിക്കാൻ വരുന്നത്. അതുപോലെ കോലം മാറി ഒപ്പിച്ചൊപ്പിച്ച് ഇബ്ലീസ് കളിക്കാൻ വരുന്ന കാലമാണ്. അതുകൊണ്ട് മോനെ, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തെങ്കിലേ വിജയത്തിലേക്ക് എത്താൻ പറ്റൂ. ദുഷ്കർമ്മങ്ങളിലേക്ക് കടന്നവന് സ്വർഗത്തിലേക്ക് വരാൻ പറ്റുമോ? പുതിയ തലമുറയുടെ ജീവിതം എങ്ങനെയാണ്? ആധുനിക സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും നടപടിക്രമങ്ങളുമെല്ലാം അപകടകരമായി മുന്നേറുകയാണ്. പരലോക വിചാരം പഠിപ്പിക്കാൻ ഒരു സീരിയലും വന്നിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിപ്പിക്കാൻ ഒരു മൊയ്ലിയാരുടെ ഇന്റർവ്യൂവും ചാനലിൽ വന്നിട്ടില്ല. കടന്നു വന്നതെല്ലാം മനുഷ്യനെ ദുനിയാവിലേക്ക് വിളിക്കാനാണ്. കടന്നു വന്നത് മുഴുവനും മനുഷ്യനെ ഇബാദത്ത് മുടക്കാനാണ്. അങ്ങനെ ആധുനിക ചാനലുകളുടെയും സീരിയലുകളുടെയും അഡിക്റ്റുകളായ പുതിയ തലമുറയോട് പറയട്ടെ, മോനെ, മരിക്കണ്ടയോ? നീ പെരുമണ്ണ് അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ അവിടെയുള്ള ടെക്സ്റ്റൈൽസിന്റെ ഉള്ളിലിരുന്ന് നിനക്ക് വേണ്ടിയുള്ള കഫൻ പുടവ ചിരിക്കുന്നുണ്ട്. പക്ഷേ നീ അറിയുന്നില്ല, നിന്നെ അടുത്ത സമയം പൊതിയാനത് റെഡിയാണ്. പക്ഷേ നിന്റെ മനസ്സിനെ അത് സ്വാധീനിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും റെഡിയായിരിക്കണം. ഞാൻ അന്യ പെണ്ണിനോടൊപ്പം ഇടകലരുന്ന സമയത്ത് മരിച്ചുപോയാൽ എനിക്കെങ്ങനെ വിജയം ലഭിക്കാനാണ്? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പാടില്ല. ഞാൻ കള്ള് ഷാപ്പിന്റെ അടുക്ക നിൽക്കുമ്പോ മരിച്ചുപോയാൽ എത്ര വലിയ ദുരന്തമാണ്. അതുകൊണ്ട് അതുവഴി പോകാൻ പാടില്ല. ഞാൻ പാൻ മസാല വായിലിട്ടിരിക്കുന്ന സമയത്ത് മരിച്ചുപോയാൽ ഞാൻ എന്തു ചെയ്യാനാണ്? എനിക്ക് രക്ഷ ലഭിക്കില്ല. അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കൃത്യമായ വിചാരത്തോടെ പോയിട്ട് ഒറ്റ കാര്യം മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മരിക്കണ്ടയോ? മരിക്കുന്നതെങ്ങനെയായിരിക്കണം? അല്ലാഹുവിനെ പൊരുത്തപ്പെട്ട നിലയിൽ സ്വർഗം കിട്ടാൻ പറ്റുന്ന മരണം വേണം. സ്വർഗം കിട്ടാൻ പറ്റുന്ന മരണം ആരാണ് മരിച്ചത്? സ്വർഗത്തിലെ നേതാക്കളാണ്. സ്വർഗത്തിലെ നേതാവാരാണ്? അന സയ്യിദു ഉൽദി ആദം വലാ ഫഖറാ ഫാത്തിഹുൽ ജന്നതി വസാഹിബുൽ ലിവാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നന്നായി ലോകത്തോട് യാത്ര ചോദിച്ച മഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുക്കപ്പെട്ട ആ മുഖമായിട്ടല്ലല്ലോ മരണത്തെ കണ്ടത്.
الرفيق الأعلى الرفيق الأعلى وهو بالأفق الأعلى. അല്ലാഹുവിലേക്കുള്ള ചേരലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലീലാണ്, അല്ലാഹുവിന്റെ ഖലീൽ. സ്വാഹിബുക്കും ഖലീലുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാണ്, ഞാൻ അല്ലാഹുവിന്റെ ഖലീലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള നേതൃത്വം നൽകുന്ന അമ്പിയാക്കന്മാർ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകുന്ന സിദ്ദീഖുമാർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകുന്ന ശുഹദാക്കന്മാർ, അവരെല്ലാം മരിച്ചതുപോലെ മരിക്കണം. ആ മരണമാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള മരണം. ബഹുമാനപ്പെട്ട ആമിർ ബിൻ സാബിത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു റഫഅ യദൈഹി ബഅദ സ്വലാത്തിൽ ഫജ്ർ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ രണ്ട് കൈയും ഉയർത്തുകയാണ്. എന്നിട്ട് ദുആ ചെയ്യുന്നു, യാ റബ്ബി അസ്അലുകൽ മീതതൽ ഹസന. അല്ലാഹുവേ, നല്ല മരണം തരണേ അല്ലാഹ്, ശോഭനമായ മരണം തരണേ അല്ലാഹ്. ഉടനെ മക്കൾ ചോദിക്കുകയാണ്, വാപ്പാ, ഈ ദുആ ചെയ്യുന്നതിന്റെ താല്പര്യം എന്താണ്? മീതത്തുൻ ഹസന എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഉടനെ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, അയ്യതവഫനി റബ്ബി വ അന സാജിദുൻ, ഞാൻ സുജൂദിലായിരിക്കെ എനിക്ക് മരിക്കണമെന്ന ആശയാണ്. എനിക്ക് സുജൂദിലായിരിക്കെ മരിക്കണമെന്ന ആശയാണ്. ആ മരണം എനിക്ക് നൽകണേ അല്ലാഹ് എന്നാണ് സാബിത്ത് ബിൻ സുബൈർ, ആമിർ ബിൻ സാബിത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നത്. സഹോദരാ, മരണം നമ്മെ സ്വീകരിക്കാതിരിക്കില്ല. നന്നായി മരിക്കുകയല്ലാതെ നമുക്ക് വിജയത്തിന് വഴിയില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, സുജൂദിലായിരിക്കെ മരിപ്പിച്ചു തരണേ. അതാ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ടവരുടെ റൂഹ് അല്ലാഹു തആല പിടിക്കുന്നു, മലക്കുൽ മൗത്ത് സ്വാധീനിക്കുന്നു. വഹുവ ഫി സജദത്തിൽ അഖീറത്തി ഫീ സ്വലാത്തിൽ മഗ്രിബ്, മഗ്രിബ് നിസ്കാരത്തിന്റെ അവസാനത്തെ സുജൂദിൽ കിടന്നുകൊണ്ട് ആമിർ ബിൻ സാബിത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ലോകത്തോട് യാത്ര ചോദിക്കുകയാണ്. അതായിരുന്നു മുൻഗാമികളുടെ മരണം. അവർക്ക് ടെൻഷനില്ല. അവരൊന്നുകിൽ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസം എങ്ങനെയെന്ന വിചാരത്തിലായിരുന്നു, അല്ലെങ്കിൽ അവർ സ്വർഗീയമായ ആരാമങ്ങളെ കണ്ട് രസിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ പരലോകത്ത് വിജയത്തിനാവശ്യമുള്ള ജോലികളിൽ വ്യാപൃതരായിരുന്നു. അങ്ങനെയല്ലാതെ ഒരു മുൻഗാമിയും മരണപ്പെട്ടിട്ടില്ല. നമുക്കെല്ലാം അറിയാമല്ലോ, ബഹുമാനപ്പെട്ട ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? അവിടുന്ന് ദാ വഫാത്താകുന്ന സമയം എങ്ങനെ? ഞാൻ ഇന്ന് ദുനിയാവിൽ നിന്ന് യാത്രയാണ്. വലിൽ ഇഖ്വാനി മുഫാരിഖ, ഞാൻ എൻ്റെ കൂട്ടുകാരോടിതാ പിരിഞ്ഞു പോവുകയാണ്. വലിസൂഇ അഅമാലി മുലാഖിയ, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ശാഫഈ ഇമാം തങ്ങൾ പറയുന്നത്, ഞാൻ എൻ്റെ മോശപ്രവർത്തനങ്ങളെ കണ്ടുമുട്ടാൻ പോവുകയാണ്. വലികഅസിൽ മനിയത്തി ശാരിബാ, ഞാൻ എൻ്റെ മരണത്തിന്റെ കോപ്പയെ രുചിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു അവിടെയാണ്. പ്രതീക്ഷയുടെയും അല്ലാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയുടെയും
അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയോടുള്ള ഭയത്തിന്റെയും നടുവിലാണ് ശാഫി ഇമാം തങ്ങളുള്ളതെങ്കിൽ വലമ്മാ ഖസാ ഖൽബി വലഖത് മദാഹിബി ജഅൽതു റജാഇ നഹവ അഫ്വിക സുല്ലമാ. ബഹുമാനപ്പെട്ട ശാഫി ഇമാം റളിയല്ലാഹു അൻഹു അല്ലാഹുവിൽ നിന്നുള്ള വിട്ടുവീഴ്ചയുടെ ലോകത്തെ മാടി വിളിച്ചുകൊണ്ടാണ് ലോകത്തോട് യാത്ര ചെയ്യാൻ കാത്തു നിൽക്കുന്നതെങ്കിൽ ആരാണ് ഇമാമുന ശാഫഈ തങ്ങൾ? 40 ലക്ഷത്തിലേറെ ഹദീസ് മനപ്പാഠമാക്കിയ മഹാനാണ്. പരിശുദ്ധമായ ഖുർആൻ ആകമാനം അതിന്റെ വ്യാഖ്യാന സഹിതം ഹിതമാക്കിയ നേതാവാണ്. 1100 അല്ല 1000 ആണ്ടിലേറെ ലോകവിശ്വാസികളുടെ കർമ്മപദങ്ങളിലെ കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളെ കാണിച്ചു തന്ന മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിലെ പൗത്രനാണ്. വൈജ്ഞാനിക ശാഖകളെ മുഴുവനും ഉപാസിച്ച പണ്ഡിത കേസരിയാണ്. പക്ഷേ ശാഫി ഇമാം തങ്ങളും പറയുന്നത് ഞാൻ എൻ്റെ അമല് കൊണ്ടിതാ രക്ഷപ്പെടാൻ പോകുന്നു എന്നല്ല, ഞാൻ എൻ്റെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പോവാണെന്നല്ല. അല്ലാഹുവിന്റെ മുമ്പിലുള്ള വിനയത്തിന്റെയും പ്രതീക്ഷയുടെയും നടുവിലാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു നിൽക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരാ, എന്റെയും നിങ്ങളുടെയും കയ്യിൽ വല്ല അമലുമുണ്ടോ? ഒരമലും നമ്മുടെ കയ്യിലില്ല. പക്ഷേ നമുക്ക് മരണത്തെ പേടിയില്ല, നമുക്കതൊന്നും പേടിയല്ല. ആരുടെ മുതലും അപഹരിക്കാം, ആരെയും ചീത്ത പറയാം, എന്തും കൈകാര്യം ചെയ്യാം, എന്തും എഴുതാം, എന്തും പ്രചരിപ്പിക്കാം, ആരെയും പേടിയില്ല. കാരണം അവന് മരണത്തെക്കുറിച്ച് വിചാരമില്ലാത്തവന്റെ ഹൃദയം കടുത്ത മനസ്സാണ്. ഉമ്മമാരെ, നിങ്ങൾ അരമനയുടെ അകത്തളത്തിലിരുന്ന് ആരാധനയുടെ പർണശാലകൾ തീർത്ത് പടച്ചവനിലേക്ക് അടുക്കാനുള്ള അമലുകളുമായി ഇടപെടണം. അല്ലാതെ നമ്മൾ തെറ്റിദ്ധാരണകളിൽ പെടാൻ പാടില്ല. നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യപുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ നാളെ നിന്റെ നീ താലോലിച്ചുകൊണ്ട് നടക്കുന്ന മേനി നരകത്തിന് ഇരയായി പോയാൽ പ്രിയപ്പെട്ട പെങ്ങളെ രക്ഷപ്പെടുമോ? കണ്ടില്ലേ, ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ ഒരു പൂച്ചയെ പോലെ പറ്റിപ്പിടിച്ചു കൂടിയ മഹാനായ സ്വഹാബിയാണ്. ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത മഹാനാണ്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടില്ലേ? ലമ്മാ ഹദറ അബൂ ഹുറൈറ അൽ മൗത്ത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മരണമാസന്നമായപ്പോൾ ജഅല യബ്കീ, കരയാൻ തുടങ്ങിയപ്പോ ചോദിക്കുന്നു, അല്ല എന്തിനാണ് കരയുന്നത് അബൂ ഹുറൈറ? ആരാണ് അബൂ ഹുറൈറ തങ്ങൾ? ഹദീസ് നിവേദനത്തിലെ കുലപതിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിലെ ആധികാരിക വിജ്ഞാനത്തിന്റെ കവാടമാണ്. അബൂ ഹുറൈറ തങ്ങളെ പറയുകയാണ്, എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഖില്ലത്തുസ്സാദ് വബുഅദുൽ മസാഫ, എന്റെ കയ്യിൽ ഒന്നുമില്ല, യാത്ര നീണ്ടതാണ്. സഫരി ത്വീൽ വസാദി ഖലീൽ, അനന്തമായ യാത്രയാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മെടയ്ക്കു പകരം മളമാ സുബ്ഹാന,
മോനെ, നല്ല മനോഹരമായ പട്ടുടയാടകളിൽ ജീവിച്ചവരും പട്ടുമെത്തകളിൽ വിശ്രമിച്ചവരും സപ്രപഞ്ചങ്ങളിൽ സഞ്ചരിച്ചവരും കോട്ടകൊത്തളങ്ങളിൽ കഴിഞ്ഞുകൂടിയവരും ആധുനികതയുടെ സൗകര്യ വ്യാപാരങ്ങളിൽ ഇടപെട്ടവരും പുതിയ പുതിയ സംസ്കാരങ്ങളുടെ നടുവിൽ അകപ്പെട്ടവരുമെല്ലാം പോകുന്നത് മണ്ണറയിലേക്കാണ്. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്. മണ്ണിന്റെ തലയിണ വെച്ചുറങ്ങേണ്ട മണ്ണറയിലേക്കാണ് നീ പോകുന്നത്. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. ക്യൂ സിസ്റ്റമില്ലാത്ത കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്. മോനെ, നിന്റെ ശരീരത്തിനു വേണ്ടി ജീവികളും ജന്തുക്കളും ഇഴജന്തുക്കളും അതുപോലെ തന്നെ പ്രാണികളും മല്ലടിക്കുമ്പോ ആ പരലോകത്തിന്റെ പ്രയാണത്തെ ശരിയായി മനസ്സിലാക്കിയിട്ട് ഭയക്കുന്ന ആളുകൾക്ക് ബേജാറാണ്. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഖില്ലത്തുസ്സാദി വബുദുൽ മഫാസാ. കടന്നു പോകേണ്ട വഴി ദൂരെയാണ്, കയ്യിലൊന്നുമില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രാധരങ്ങളിൽ നിന്ന് വഴിഞ്ഞു വീഴുന്ന വചനസമാഹാരങ്ങളെ വരിതെറ്റാതെ നിരതെറ്റാതെ ഹൃദയത്തിലേറ്റുവാങ്ങിയിട്ട് കണിശമായി പകർന്നുകൊടുത്ത് വൈജ്ഞാനിക സാഗരങ്ങളുടെ രണ്ട് പ്രപഞ്ചങ്ങളെ ഒരുപോലെ കൈക്കലാക്കിയിട്ട് മാലോകരുടെ കൈവെള്ളയിലേക്ക് നൽകിയ ലോക നേതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വൈജ്ഞാനിക തല്ലജങ്ങളുടെ അതുല്യ സാഗരമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പ്രപഞ്ചത്തിലെ കാര്യക്കാരനായ അബൂ ഹുറൈറ. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുത്തെയുടെയും അന്ത്യനിമിഷത്തെ കുറിച്ച് മഹാനവറുകൾ ബേജാറാകുന്നത് ഈമാൻ കൂടിയതുകൊണ്ടാണ്. വിശ്വാസികൾ മുഴുവനും അന്ത്യനേരത്തെ കുറിച്ച് ഭയന്നവരാണ്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അതാ മഹാനവറുകളുടെ ഗ്രന്ഥത്തിൽ കാണാം, മുൻഗാമികളായ ആളുകളോട് ചോദിക്കുകയാണ്, ഈമാനോടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മരിക്കണോ, അങ്ങ് വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ഷഹീദായി മരിക്കണോ എന്ന് ചോദിച്ചാൽ അവര് പറയും വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മരിച്ചാൽ മതി. എന്താ കാരണം? ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഹിദായത്തിന് സംഭവിച്ചു പോയാൽ ഷഹാദത്ത് എന്ന വലിയ പദവിക്ക് മോഹമുണ്ടെങ്കിലും അന്ത്യം കേടുവന്നു പോകാൻ, ഹിദായത്ത് തെറിച്ചു പോകാനുള്ള എന്തെങ്കിലും കാരണം ഇതിന്റെ വഴിയിൽ വെച്ച് വന്നുപോയാൽ അത് സഹിക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈമാനോടെ മരിച്ചാൽ മതി എന്നാണ് മുൻഗാമികളുടെ വിചാരമുണ്ടായിരുന്നതെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരീ, ഇഷ്ടമുള്ളത് മുഴുവനും കണ്ടിട്ട്, ഇഷ്ടമുള്ളത് മുഴുവനും കേട്ടിട്ട്, ഇഷ്ടമുള്ളത് മുഴുവനും ആസ്വദിച്ചിട്ട് സ്വർഗം വേണമെന്ന് വിചാരിച്ചാൽ കിട്ടുമോ? കിട്ടുകയില്ല. വഅമിലുസ്സാലിഹാത്ത് അഅദ്ദല്ലാഹു ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള വീടാണ് സ്വർഗം, അല്ലാതെ ആർക്കെങ്കിലും വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതല്ല. ബഹുമാനപ്പെട്ട ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട ഖൈസ് ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മരണപ്പെട്ടു പോയാൽ
പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ എന്റെ എതിരാളികൾ എന്നെ വലിച്ചഴച്ച് ഖബർ തുറക്കാതിരിക്കാൻ എന്നെ ഏകാന്തമായ സ്ഥലത്ത് ഖബറടക്കണേന്ന് വസിയ്യത്ത് ചെയ്തിട്ട് മക്കളോട് മുഴുവനും ആത്മീയ ഉപദേശം നൽകിയതാണെങ്കിൽ ഏകദേശം 100ഓളം മഹാന്മാരുണ്ട്. അവരവരുടെ അവസാന സമയങ്ങളിൽ മുഴുവനും അതാ കൃത്യമായ വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വിചാരമാണ് അവര് പറയുന്നത്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അതാ മുഖം രോഗിയായി കിടക്കുകയാണ്, മരണശയ്യയിലാണ്. ഫഹവ്വല വജ്ഹഹു ഇലൽ ഹായിതി, അവിടുന്ന് കിടക്കുന്ന കട്ടിലിൽ കിടന്നുകൊണ്ട് ചുമരിന്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു കിടക്കുകയാണ്. വജഅല യബ്കീ തവീലാ, കരയാൻ തുടങ്ങുകയാണ് അംർ ഇബ്നുൽ ആസ്. അപ്പോൾ ചോദിക്കുകയാണ് മകൻ, അല്ലയോ അപ്പാ, അമാ ബശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികദാ, എന്തിനാണ് വാപ്പാ കരയുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തേക്ക് സുവിശേഷം അറിയിച്ചിട്ടില്ലേ? ഫഖബല ബിവജ്ഹിഹി അലൈനാ, അപ്പൊ ഞങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ്, ഞാൻ എന്റെ കയ്യിലാകെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ കയ്യിലാകെയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹാണ്. ഞാൻ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദേഷ്യമുള്ള ആളായിരുന്നു. ആ ദേഷ്യമുള്ള സമയത്താണ് ഞാൻ മരിച്ചുപോയതെങ്കിൽ ഞാൻ നരകാവകാശിയാകുമായിരുന്നു. പക്ഷേ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ, അവിടുത്തെ കരമൊന്നു നീട്ടിത്തരണം, ഞാൻ ബൈഅത്ത് ചെയ്യട്ടെ. അവിടുത്തെ കൈപിടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരു നിബന്ധനയുണ്ട് നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് നിബന്ധന? അവിടുന്ന് ഞാൻ പറഞ്ഞു, യഗ്ഫിറു ലീ മാ കാൻ, വന്നുപോയത് മുഴുവൻ പുറത്തു തരുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിച്ചു, അമാ അലിംത അന്നൽ ഇസ്ലാമ യംഹു മാ കാന ഖബ്ലഹു, ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അതിനു മുമ്പുള്ളത് മുഴുവനും പുറത്തു തരുമെന്നറിയില്ലേ? ഫബായഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉടമ്പടി ചെയ്തു. എനിക്ക് പിന്നെ നബി തങ്ങളോളം പ്രിയമുള്ള വേറെ ആരുമില്ല, നബിതങ്ങളോളം ഇഷ്ടമുള്ള വേറെ ഒരു വ്യക്തിയും ഇല്ല. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം കൊണ്ട് നേരെ നോക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഫലൗ ബിത്തു അലാ ദാലിക റജൗതു അൻ നകൂന മിൻ അഹ്ലിൽ ജന്ന, അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിലായേനേ. ആദ്യകാല നബിതങ്ങളോട് ദേഷ്യമുള്ള കാലമായിരുന്നു. അന്നാണ് എന്റെ മരണമെങ്കിൽ ഞാൻ നരകത്തിലായേനെ. പിന്നെ എനിക്ക് നബിതങ്ങളോട് പ്രിയമുള്ള കാലമുണ്ടായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിലായേനെ. പിന്നെന്തെല്ലാം സംഭവങ്ങൾ സംഭവിച്ചു പോയി, ഇപ്പൊ എനിക്കറിയില്ല എവിടെയാണ്. ഇതുപോലെ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലായിരുന്നു മഹാന്മാരായ സ്വഹാബികളുടെയും മുൻഗാമികളുടെയും ജീവിതമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരാ, എന്റെയും നിങ്ങളുടെയും അവസാനമൊന്ന് നന്നാകണ്ടയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയൊന്ന് മരിക്കണ്ടയോ?
കഫൻ പുടവ പൊതിഞ്ഞു കിടന്നിട്ട് മരിച്ചുപോയ ആളുകളുണ്ട്. അതാ സമയമായപ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്താൻ പറഞ്ഞ ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരൊറ്റ മഹാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിരവധി സ്വഹാബികളെ വായിക്കാനുണ്ട്. സാധുവായ ഞാൻ ഇവിടെ പറഞ്ഞ ഒരു വിഷയങ്ങളും പറയാതെ തന്നെ മഹാന്മാരുടെ അന്ത്യനിമിഷങ്ങൾ എന്ന പേരിൽ മാത്രമുള്ള പ്രസംഗം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ വേറെ കുറെ മഹാന്മാർ, അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ഇമാമീങ്ങളും അവരുടെ അവസ്ഥ എന്തായിരുന്നു അവസാനമെന്ന് കിതാബുകൾ ഉദ്ധരിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റാബിയത്തുൽ അദവിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നഫീസത്തുൽ മിസ്രിയെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ മുൻഗാമികളായ ആളുകളെല്ലാം അവരുടെ അന്ത്യസമയം എങ്ങനെയായിരുന്നു? അവർ അല്ലാഹുവിലേക്ക് വിജയിച്ചവരായി കടന്നുപോയി. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ പ്രതീക്ഷയുണ്ടാകേണ്ടത് ഹുസ്നുൽ ആഖിബ, നല്ല നിലയിലൊന്ന് മരിക്കണ്ടയോ? ആരാണ് ബഹുമാനപ്പെട്ട സ്വഹാബിയായ ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു? ആരാണ് മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു? ആരാണ് ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരമായപ്പോൾ വീട്ടിലുള്ള ആളുകളോട് പറഞ്ഞു, മക്കളെ എല്ലാം ഇങ്ങ് വിളിക്കാൻ. അതാ അവിടുന്ന് കൊണ്ടുവന്നു. ഒരു പെട്ടി പൂട്ടി വെച്ചിട്ടുണ്ട്. ആ പെട്ടിയും ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹു. പെട്ടി കൊണ്ടുവന്ന മരണാസന്ന സമയത്തിനടുത്ത് തുറക്കാൻ നേരം അവര് വിചാരിച്ചു, ഈ ഭരണാധികാരിയായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ എന്തോ അമൂല്യമായ നിധിയുണ്ട്, ആ നിധിയെടുത്ത് മക്കളെ ഏൽപ്പിക്കാനാണെന്ന് വിചാരിച്ചു. പെട്ടി അങ്ങ് തുറക്കാൻ പറഞ്ഞു. തുറന്നു നോക്കി. എന്നിട്ട് പറഞ്ഞു, അതിന്റെ ഉള്ളിലതാ ഒരു തൂവാലയിൽ 3 വസ്ത്രങ്ങൾ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പെട്ടിക്കകത്ത് 3 വസ്ത്രങ്ങൾ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദാ ഖമീസു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖമീസാണ്. ഇതെനിക്കു ധരിപ്പിച്ചു തന്നതാണ്. ഇത് ഹബീബായ നബി തങ്ങളുടെ ഖമീസാണ്. വഹാദാ റിദാഉ റസൂലില്ലാഹ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽമുണ്ടാണ്. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് വരുമ്പോ എനിക്ക് തന്നതാണ്. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു അല്പനേരം ഒന്ന് മൗനം ദീക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ സാധനമാണിത്. എന്നിട്ട് പറഞ്ഞു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആ വസ്ത്രത്തിന്റെ കോന്തലയൊന്നഴിച്ചു. അഴിച്ചപ്പോൾ ആ കോന്തലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഖമീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മേൽമുണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശവുമാണ് അതിലുള്ളത്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഫഇദാ അനമിത്തു, ഞാൻ മരിച്ചു പോയാൽ ഫകഫിനൂനി ഫീ ഖമീസി റസൂലില്ലാഹ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖമീസ് എനിക്ക് അണിയിച്ചു തരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തട്ടം എനിക്ക് ഇട്ടു തരണം, അതുകൊണ്ട് എന്റെ അരമുണ്ടുടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരത്തുണി എനിക്ക് ഉടുപ്പിച്ചു തരണം. വഖുദൂ മിൻ ശഅരി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെടുക്കണം. ഇവിടെ അൽ ബിദായ വന്നിഹായ 7-ാം വാള്യത്തിലുണ്ട്. ഒരു രോമമല്ല പല രോമമുണ്ടായിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെട്ടിയെടുത്തിരുന്ന നഖത്തിന്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഇബ്നു തൈമിയ്യയുടെ തന്നെ ശിഷ്യനായ ഇബ്നു കസീറിന്റെ അൽ ബിദായ വന്നിഹായ 7-ാം വാള്യത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മരണസമയം സംഭവം വിശദീകരിക്കുമ്പോൾ അവിടെ പറഞ്ഞത് കാണാം, കഫൻ പൊതിയുന്ന സമയത്ത് പഞ്ഞി വെക്കുന്ന സ്ഥലങ്ങളിൽ എന്റെ നെഞ്ചത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയും രോമവും വസ്ത്രങ്ങളും എന്റെ ശരീരത്തു ചേർത്ത് വെച്ചു തരണേ. وخلوا بيني وبين رحمة ربي أرحم الراحمين. എന്നിട്ട് എന്നെ അല്ലാഹുവിലേക്ക് അയച്ചേക്കണം, അവൻ കാരുണ്യവാനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയല്ലാതെ വേറെ ഒരു വഴിയിലൂടെയും രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയവരാണ് സ്വഹാബിമാർ. അവരെല്ലാവരും വിജയം കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പൊ എന്റെയും നിങ്ങളുടെയും അന്ത്യസമയം നന്നാകാൻ നമ്മൾ ശരിയായ ഇബാദത്തെടുത്ത് ജീവിക്കണം, അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കണം. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വെക്കുന്നവർ വേദനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടില്ല. അവിടുത്തെയുടെ മേൽ അധികമായി സ്വലാത്ത് ചൊല്ലണം. ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ട് മരിക്കുന്ന ദിവസം സ്വലാത്ത് നഷ്ടമായാൽ ഹബീബ് ശ്രദ്ധിക്കുന്നതാണ്, ഇന്നലെ വരെ സ്വലാത്തു ചൊല്ലിയ ആളെവിടെ, ഇന്നലെ വരെ എനിക്ക് സ്വലാത്തു ചൊല്ലിയ വ്യക്തി എവിടെ, അയാള് മരിച്ചുപോയെന്നറിഞ്ഞാൽ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശ ചെയ്യുന്നതാണ്. സാധുവായ ഞാൻ ആ വിഷയത്തിൽ ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം സാധുവായ ഞാൻ സംസാരിച്ച 160-ലേറെ മണിക്കൂർ സീഡികൾ വിപണിയിലുണ്ട്. അതിൽ സ്വലാത്തു ചൊല്ലി വിജയിച്ച മഹാന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കിയിട്ട് പരാജയപ്പെട്ട 10-20ഓളം ആളുകളെ ഈ വർഷത്തെ കൊല്ലത്തെ സപ്തദിന പ്രഭാഷണത്തിന്റെ പരമ്പരയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേതു കിതാബിലുണ്ടെന്നും ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് വിജയിച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദേഷ്യം വെച്ച് പരാജയപ്പെട്ടവർ, രണ്ടും ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാനുള്ള വലിയ വഴിയാണ് സാദാത്തുക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെ സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. അവരോട് മഹബ്ബത്ത് വെക്കണം. അവരെ സ്നേഹിച്ച് ആദരിച്ച് ഉന്നത പദവികളിലെത്താൻ നമുക്ക് സാധിക്കും. അവർക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ അല്ലാഹു നമുക്ക് വലിയ പദവികൾ നൽകും. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് നിർത്താം. അതിനു മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഈ സദസ്സിനു വേണ്ടി നിങ്ങളെല്ലാം സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ദീൻ പറയാനും അഹ്ലുൽ ബൈത്തിന്റെ മഹത്വം പറയാനും അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പറഞ്ഞു കൊടുക്കാനുമുള്ള വേദിയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഈ മജ്ലിസിൽ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം റഹ്മാനേ. എല്ലാത്തിലും ഉപരി മരിക്കുന്ന സമയത്ത് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് മുഴുവനും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പെങ്ങളെ, ആരോപണത്തിന്റെ നൂലാമാലകളുടെ നടുവിൽ കിടന്നുകൊണ്ട് ആദർശത്തിന്റെ അത്തിവാരങ്ങളെ അപകടപ്പെടുത്താതെ ആദരണീയരായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്യാദരണീയമായ പ്രകീർത്തനങ്ങളുടെ മാല്യങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചാൽ മരിക്കുന്ന സമയത്ത് ഹബീബിനെ കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്. ആ ഹബീബിനോട് ഇഷ്ടം വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഹബീബ് ലൈസ ലീ അമലുൻ അൽഖല്ലലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉലമാ വ ഈമാനി. എല്ലാ മഹാന്മാരുടെയും അവസാനം പരിശോധിക്കുമ്പോ അവരാരും പറഞ്ഞത് ഞാൻ നിസ്കരിച്ചത് കൊണ്ട് രക്ഷപ്പെടുമെന്നല്ല, ഞാൻ സക്കാത്ത് കൊടുത്തവനായതുകൊണ്ട് രക്ഷപ്പെടുമെന്നല്ല, ഞാൻ ഖലീഫയായതുകൊണ്ട് രക്ഷപ്പെടുമെന്നല്ല, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ രക്ഷപ്പെടുമെന്ന് വിശ്വസിച്ചവരാണ്. അല്ലാഹു നമുക്ക് ആ മഹബ്ബത്ത് ഔദാര്യം കൊണ്ട് തരട്ടെ. ഈ വേദിയിൽ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം അല്ലാഹ്. ഉമ്മമാരെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിക്കണം. ഇപ്പോൾ വെക്കേഷൻ കാലമാണ്. മക്കളെ കമ്പ്യൂട്ടറിന്റെയും കളിയുടെയും പിന്നിൽ വിടാതെ ആത്മീയമായ വിദ്യാഭ്യാസം നൽകണം. അതിനാവശ്യമായ സ്ഥാപനങ്ങൾ ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ദർസിൽ എത്രയോ കുട്ടികൾ വെക്കേഷനും അല്ലാത്തപ്പോഴും വന്ന് പഠിച്ച് വലിയ ആലിമീങ്ങളായി സനതെടുത്തിറങ്ങിയവരുണ്ട്. ഇവിടെ സമീപത്തുള്ള സ്ഥാപനമാണ്. അതുപോലെ തന്നെ ദർസുകളുണ്ട്, കോളേജുകളുണ്ട്. എല്ലാം ഉപയോഗപ്പെടുത്തി നമ്മുടെ മക്കളെ അല്ലാഹുവിന്റെ ദീനിന്റെ ശരിയായ വഴിയിൽ കൊണ്ടുവരണം. അല്ലാഹുവേ, ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനേ. ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെക്കണം, റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ചിന്തിക്കണം. ഇന്നിപ്പോൾ വിശുദ്ധ രോമത്തെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാനതിന്റെ നിജസ്ഥിതിയിലേക്കും വിശദീകരണത്തിലേക്കും പോകുന്നില്ല. സാധുവായ ഞാൻ വിവാദങ്ങൾക്ക് മുമ്പ് തന്നെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹറെ മുബാറക്കിന്റെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ഇമാമുകൾ കിതാബുകളിൽ എഴുതിയ ഉദ്ധരണികൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ച സൈഡി വിവാദത്തിന് മുമ്പ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ അതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്, അതെടുത്ത ഇമാമിയങ്ങളെ പറഞ്ഞിട്ടുണ്ട്, കിതാബുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും നമുക്ക് ഈമാൻ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇടപെടാൻ പാടില്ല. നമുക്കറിയുന്ന വിവരങ്ങളെ നാം പറയാവൂ. തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന് നിരക്കാത്തൊരു പ്രയോഗവും അറിയാതെ പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നു പോകരുത്. ഇതിന്റെ അർത്ഥം നിങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷിയിൽ ചേരാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമായി വിവരമില്ലാത്തതിൽ നിങ്ങൾ മൗനം ദീക്ഷിക്കുകയെങ്കിലും ചെയ്യണം. അതേ സമയത്ത് പറയുന്നത് അബദ്ധമായി പോയാൽ നമ്മുടെ ആഖിബത്ത് കേടുവന്നു പോകരുത്. ഒരു ആലിമിനെ കുറിച്ചും തെറ്റായത് പറഞ്ഞു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ആലിമീങ്ങൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും വേണ്ടി ദുആർക്കണം. അതിൽ ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് ആരെയും ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാൻ നിൽക്കരുത്. ഒറ്റ ആലിമിനെയും നിസ്സാരപ്പെടുത്തരുത്, ഒരു സയ്യിദിനെയും നിസ്സാരപ്പെടുത്തരുത്. അത് ഗ്രൂപ്പ് ഉള്ളവരാണെങ്കിൽ
ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും സയ്യിദുമാരാണ്, ആലിമീങ്ങൾ ആലിമീങ്ങളാണ്, മുതഅല്ലിമീങ്ങൾ മുതഅല്ലിമീങ്ങളാണ്. അല്ലാഹുവിന്റെ ഇൽമിന്റെ മൂല്യം അല്ലാഹു ഉയർത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമുള്ളവരെ ഉയർത്തിയിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അല്ലാഹു നമ്മെ മുഴുവനും സ്വീകരിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, ഹീനമാ ജാഅതുൽ വഫാ ഇഷ്തദ്ദത് അലൈഹി സകറാത്തുൽ മൗത്ത്. മഹാനവറുകൾ സക്കറാത്തിന്റെ ഹാലിൽ അതാ മരണാസന്ന വേളയിൽ കിടന്നുകൊണ്ട് അല്പം ആസന്ന മരണത്തിന്റെ വേദന സഹിച്ചിട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ലിമിസ്ലി ഹാദാ ഫൽഅമലിൽ ആമിലൂൻ. മുഅ്മിനീങ്ങളെല്ലാം എഴുന്നേറ്റ് 2 മിനിറ്റ് ഒന്ന് അടുത്തേക്ക് നിൽക്കുമോ? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ല അറിയുമോ, മറ്റൊന്നുമില്ല, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ മരണത്തിന്റെ അവസാന സമയത്തിന്റെ വേദനയുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ലിമിസ്ലി ഹാദാ. കാരണം മുഅ്മിനീങ്ങൾക്ക് മരണസമയമാകുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവതരിക്കുന്നു. അവതരിച്ചതിനു ശേഷം പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, വേദനിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ എന്ന് പറയുന്ന രംഗമാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറയുകയാണ്, ലിമിസ്ലി ഹാദാ ഫൽഅമലിൽ ആമിലൂൻ. ഇതുപോലെയുള്ള രംഗത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സുമ്മ ഫാലത്ത് റൂഹു, ബഹുമാനപ്പെട്ടവരുടെ റൂഹങ്ങ് വിരിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ എല്ലാ മഹാന്മാരും അതുപോലെ തന്നെ യാത്രയായ വലിയ മഹാന്മാരാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമുഖം കണ്ടുകൊണ്ട് മരിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ റഹ്മാനേ, ഞങ്ങൾക്കതിന് നിയോഗം നൽകണേ റഹ്മാനേ.